തലവേദന വരാത്ത സിനിമാ നടിയാണ്. ആ പാട്ട് ഞാൻ ഏതാണെന്ന് ചോദിച്ചാൽ വല്ല ഒരു ഇതുണ്ടാവും. അന്നത്തെ ട്രെൻഡിങ് സോങ് ആണ് മറ്റേ നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ. ഞാൻ പണ്ട് ഭയങ്കര മോഹൻലാൽ ഫാനായിരുന്നു. പണ്ട് അതിങ്ങനെ പെട്ടെന്ന് മമ്മൂക്ക ഫാനായി. വാട്ട് ഈസ് യുവർ ന്യൂ പ്രൊജക്ട്? ചാലഞ്ചേഴ്സിന്റെ ടിക്കറ്റ് ഒപ്പിച്ചു തരാൻ വഴിയുണ്ടോ? ഞാനൊരു ചെറിയ ഗെയിം സെഷനിലേക്ക് പോവാ. എന്താണ് അഭിപ്രായം? അല്ല, ഗുഡ്. സ്വന്തമായിട്ട് ഞാൻ ഇട്ട പേരാണ് സ്നേഹാസ് ട്രാഫിക് എന്നുള്ളത്. ഓക്കെ, ട്രാഫിക്കിൽ ഒന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് ഞാൻ ഓരോ സിനിമ ഡയലോഗ്സ് പറയും. ഓക്കെ, ആ സിനിമ ഡയലോഗ്സിൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ്, അങ്ങനെ ആ ഒരു ഡയലോഗിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിൽ പോലെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ പരിചയമില്ലാത്ത റിലേറ്റീവ്സിന്റെ കല്യാണത്തിന് നമ്മൾ പോകുമ്പോ കുറെ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കും. ഓടിപ്പോയാ മതി. ഓർമ്മയുണ്ടോ? എന്നറിയോ? ഞാൻ പറ ആ സാധനം പറയുമ്പോ അഭിനയിക്കുന്ന സമയം അതാണ്. അമ്മായി എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതാണ് നമ്മള് ആ ഒരു മൊമെന്റ് ഞാൻ പലപ്പോഴും വിചാരിക്കാൻ ഇറങ്ങി ഓടിയാലോ എന്ന്. ഓക്കെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ തോന്നുന്നുണ്ട് എന്നെ കൊല്ലാതെ അതിൽ ഒരു ഓപ്ഷൻ ഇല്ല. ഈ കൊല്ലായിരിക്കാൻ പറ്റുമോ? ഞങ്ങള് കസിൻസ് എല്ലാരും കൂടുമ്പോ ഞങ്ങളുടെ ഇടയില് ഫാത്തി എന്ന് പറഞ്ഞ ഒരു കസിൻ ഉണ്ട്. അപ്പൊ അവള് ഭയങ്കര ചളി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോ ഞാനും കൂടെ ചേരും അവളുടെ ഒപ്പം ചളി പറയാൻ. അപ്പൊ ബാക്കി ആളുകളൊക്കെ പറയും ഞങ്ങളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ചോദിക്കാം. ഒരു പെട്ടെന്നൊരു ക്രാക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു 2-3 ജോക്സ് ക്രാക്ക് ചെയ്യാൻ പറഞ്ഞ പറ്റുമോ? ഇപ്പം തലവേദന വരാത്ത സിനിമാ നടിയാണ്. മലയാളത്തിലാണോ? തലവേദന വരാത്ത സിനിമാ നടി പുതിയതാണോ? ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പഴയതാ. ഐഡിയ ഇല്ല, ഉത്തരം പറയും. ഭാമ. ഓ കൊള്ളാം. എനിവേസ്, അടിച്ചു മോനെ എന്ന് പറയുന്ന ഒരു ഡയലോഗ് എല്ലാ 1 മില്യൺ അടിക്കുമ്പോഴും യൂട്യൂബില് 100K ആയപ്പോ പ്ലേ ബട്ടനെ കിട്ടിയപ്പോ അടിച്ച പോലെ സാധനം ആ ഒരു നമ്മുടെ കയ്യില് അല്ലേ? അതുപോലെ തന്നെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന ഒരു ഇതായിട്ടുള്ള ആ ഒരു നിമിഷമായിരിക്കും. എപ്പോഴായിരിക്കും? നിക്കാഹിന്റെ ദിവസമായിരിക്കും, കല്യാണം കഴിച്ച ദിവസം. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മലയാള സിനിമയിൽ നിന്ന് ഒരാളെ പറയാൻ പറഞ്ഞ, ഒറ്റൊരാളെ പറയാൻ പറഞ്ഞ who would that be? ഏറ്റവും കൂടുതൽ സലീം കുമാറാണ്. ഓക്കെ, which movie do you like most? ഏറ്റവും ഇഷ്ടം ഏതാ? എനിക്ക് പുലിവാൽ കല്യാണം ഭയങ്കര ഇഷ്ടം. ഡയലോഗില് മാത്രമല്ല, ചിലപ്പം ചില വൈഡ് ആംഗിളിലൊക്കെ പുള്ളി അവിടെ എന്തെങ്കിലും കോപ്രായൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ടാവും. ഡയലോഗ് വേറെ ആളായിരിക്കും പറയുന്നത്. ഞാനൊരു ദിവസം പുള്ളിനെ മാത്രം ശ്രദ്ധിച്ച ആ സിനിമ കണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വരുന്നതിന് ഒരു കൈയും കണക്കൂല. ഡയലോഗ് അവിടെ നടപ്പുണ്ടാവും, പക്ഷെ പുള്ളി ഇപ്പുറത്ത് എന്തെങ്കിലും പുള്ളിയുടെ ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുള്ളിയെ ക്യാരക്ടറിന് മണവാളൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുള്ളി സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കോമഡി എന്ന് പറഞ്ഞത് ലൈക്ക് നമുക്ക് വെർബലി മാത്രം കാണിക്കാൻ ചെയ്യാൻ പറ്റും, ഫിസിക്കലി നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തോന്നിയത് ആ ഒരു മൂവി കണ്ടപ്പോൾ. കൊറിയൻ മൂവീസ് കാണാറുണ്ടോ? ഇല്ല. ഇതൊരു വലിയൊരു വലിയൊരു ഉത്തരവുണ്ട്. അതായത് ഈ കോണ്ടന്റ് ക്രിയേറ്റർ എപ്പോഴും ചിന്തകളിലായിരിക്കും. കഥകള് പുതിയ പുതിയ കഥകൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു സമയം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ആക്ടറാവാൻ നടക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ സിനിമകൾ കാണുന്നത് കുറെ ആൾക്കാർ ഇപ്പൊ സിനിമയിലൊക്കെ ഇരിക്കുമ്പോൾ ആളുകൾ ഓരോ സിനിമകളെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും. ഞാനത് ഏതാണ് സിനിമ എന്ന് പോലും എനിക്കറിയില്ല, അങ്ങനത്തെ സിനിമ ഇറങ്ങിയോന്ന് പോലും എനിക്കറിയില്ല. അപ്പോ അത് ഒരു ഡ്രോബാക്ക് ആണ്, സിനിമകൾ കാണുന്നില്ല എന്ന്. അപ്പൊ ഞാൻ കൂടുതലും എന്റേതായിട്ടുള്ള കഥകളും അങ്ങനെ എവിടെ നിന്ന് ഇൻസ്പയർ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഓരോരോ കഥകൾ എന്റെ മനസ്സിൽ തോന്നുന്നത് അത് ഇതാക്കും.
അപ്പോ സിനിമകൾ കാണുന്നത് കുറവാണ് ശരിക്കും. അവസാനമായിട്ട് കണ്ട സിനിമ ഏതാണാവോ? തിയേറ്ററിൽ പോയി കണ്ടത്. പ്രേമലു, മഞ്ഞുമൽ കണ്ടിരുന്നു. മഞ്ഞുമൽ എല്ലാം കാണാറുണ്ട്. ഞാൻ കൊറിയൻ എന്ന് വെച്ചാൽ നമ്മള് ഡൗൺലോഡ് ചെയ്ത് നമ്മളിരുന്ന് കാണണം, അങ്ങനെ ഒരു കഷ്ടപ്പാടാണ്. പിന്നെ കുറെ സീരീസ് ആവും, പിന്നെ സമയം ഇങ്ങനെ ഇരിക്കണം. അപ്പൊ താഴെ നോക്കി ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേനും പടി പാടും. മറ്റു സംഭവം അറിയില്ല. ഞാൻ ആക്ച്വലി ശ്രുതി രജനീകാന്തിന്റെ അടുത്ത് ഞാൻ സംസാരിക്കായിരുന്നു കേട്ടോ. യുനോ ശ്രുതി രജനീകാന്തിനെ അറിയില്ലേ? അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിന്റെ അടുത്ത് പറഞ്ഞ കാര്യം കൊറിയനിലാണ് എല്ലാവരും സംസാരിക്കുന്നതെന്ന്. എന്നുവെച്ചാൽ ഫാമിലിയിലുള്ള കസിൻസ്, കുഞ്ഞു കുട്ടികൾ പോലും അവര് കാണിക്കുന്ന സംഭവം ഇത് ഇങ്ങനത്തെ സംഭവമല്ലേ, ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. അവർ കല്യാണം കഴിക്കാൻ പോകുന്നത് പോലും കൊറിയൻ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? പാട്ടിനോട് എന്താണ് ഒരു ഇഷ്ടമാണോ, അതോ ഞാൻ പാടില്ല എന്നുള്ള ജാടയാണോ, അതോ ഇഷ്ടമാണ്? പാട്ട് പാടുവോ? ഇല്ല, ഞാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അതായത് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പം ക്ലാസ് കട്ട് ചെയ്യാനായിട്ട് മാപ്പിളപ്പാട്ടിന് ജോയിൻ ചെയ്തു. പരിപാടി ഇതാക്കാനായിട്ട് ജോയിൻ ചെയ്തു. പാട്ട് പാടി കഴിഞ്ഞ് ആളുകളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സത്യം. നീ ഇനി മേലെ ജീവിതത്തിൽ പാട്ട് പാടി. ആ പാട്ട് ഞാൻ ഏതാണെന്ന് ചോദിച്ചാൽ വല്ല ഒരു ഇതുണ്ടാവും. അന്നത്തെ ട്രെൻഡിങ് സോങ് ആണ് മറ്റേ നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ. ആ പാട്ട് വൈഫ് മേ ബി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോ ആ പുള്ളിക്കാരിക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് നെഞ്ചിനുള്ളിൽ നീയാണ് രണ്ട് വരി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നാസിഫ് പാടുന്നതായിരിക്കും. ഞാൻ ഭയങ്കര അവസ്ഥയിലായി പോകും. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് നീ കയറരുതെന്ന് പറയും വൈഫ്. നിങ്ങൾ ഇനി ഇവിടെ കയറരുത്. എന്നെ ട്രോമ ചെയ്ത് പറയാനായിട്ട് കുറെ നാളുകൾ എടുത്തു. അത് പിന്നെ പാട്ടുകൾ ചില സംഭവങ്ങൾ നമ്മൾ ഒരാളുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടായിരിക്കും, ഒരാളെ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്താ പറയാ, എനിക്ക് ഈ ഫിലിമില് ഇതുപോലെ അഭിനയിക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു യുവർ റോൾ മോഡൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു ആക്ടർ, അയാളുടെ സിനിമകളൊക്കെ വരുമ്പോ അയ്യോ എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം വരുന്ന ഒരു ആക്ടർ ആരാണ്? മമ്മൂക്ക. വളരെ ഒറ്റ ഉത്തരവുള്ളൂ. ആ ഒരു എന്താ പറയാ, ആ ചോദിച്ചതിന് ഉത്തരത്തിൽ വേണം മമ്മൂക്ക. ആ ചോദ്യം തീർന്നിട്ടൊന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂക്കന് ഇത്ര ഇഷ്ടം? അത് ഞാൻ പണ്ട് ഭയങ്കര മോഹൻലാൽ ഫാനായിരുന്നു. പണ്ട് അതെങ്ങനെ പെട്ടെന്ന് മമ്മൂക്ക ഫാനായി? നമ്മളെ ആക്ടിങ്ങിനെ കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പം പുള്ളി എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. പല പല സിനിമകളിലും പുള്ളിയുടെ ക്യാരക്ടേഴ്സും മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സും ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും ഭയങ്കര എക്സ്പെരിമെന്റ് പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോ പുള്ളി ഈ പ്രായത്തിലും ഇങ്ങനത്തെ സാധനങ്ങൾ സേഫ് സോണിൽ നിൽക്കാതെ ഭയങ്കര എക്സ്പെരിമെന്റലായിട്ട് ഓരോ കാണുമ്പം കാതൽ മൂവി, അതുപോലെ തന്നെ ഭീഷ്മപർവം, അതൊക്കെ അല്ല ഇനി അടുത്തിറങ്ങിയ ബ്രഹ്മയുഗം, കാതൽ. അപ്പം ലൈക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യുന്നുണ്ട്. അത് വർക്ക് ആവുന്നുണ്ട്. നമ്മള് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ അത് വർക്ക് ആവണം, അല്ലെങ്കിൽ നമുക്കത് പുള്ളിക്ക് ഈ പ്രായത്തിൽ. അപ്പം എനിക്ക് മമ്മൂക്കനെ പേഴ്സണലി ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണം ഞാൻ ഉറ്റുനോക്കുന്നതും അദ്ദേഹത്തിന്റെ സിനിമയാണ്. വാട്ട് ഈസ് യുവർ ന്യൂ പ്രൊജക്ട്? നമ്മൾ ഇനി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇസ് സംതിങ്, ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ മനസ്സിൽ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പ്ലാനിങ് ഒന്നുമില്ല, വന്ന ഇത് വെച്ചിട്ട് നമ്മളാണ് പോവാ, അത്രേ ഉള്ളൂ. റേഡിയോ സിറ്റി എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡാണ്. നമ്മൾ മലയാളം അതിന്റെ ലോഞ്ച് ചെയ്തു, ആൻഡ് ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ആൻഡ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് നാസിഫ് ഒരു പാട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഐ വാസ് സോ ഹാപ്പി ടു കോൾ യു. ആൻഡ് ഇവിടെ അടിപൊളിയായിട്ട് പോവാണ്, കുഴപ്പമൊന്നുമില്ല, രസമായിട്ട് പോകുന്നു. ഇനി നമ്മൾ ഒരുപാട് ചാലഞ്ചേഴ്സിന്റെ ടിക്കറ്റ് ഒപ്പിച്ചാൽ വഴിയുണ്ടോ? വിളിച്ചാരെങ്കിലും എന്നെ അവിടെ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ബുക്ക് ചെയ്ത് നോക്കിയിട്ട് നടപടിയാവുന്നില്ല. അപ്പൊ ഞാൻ അതാണ് വെച്ചത്, ബാംഗ്ലൂരിലുള്ള ആളായതുകൊണ്ട് നടത്താം. നമ്മുടെ ഒരു കോണ്ടന്റ് ഡെഫിനറ്റ്ലി ഗൈസ്, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു കോണ്ടന്റ് എന്തായാലും വരുന്നുണ്ട് അല്ലേ നാസിഫ്?
അതെ. See you. Bye-bye. Bye. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.